പെണ്ണുങ്ങൾക്കും കൂടി തോന്നുന്നുണ്ട് നിന്നെ കമ്മിറ്റ് സത്യം. ആകും. പെണ്ണുങ്ങൾക്ക് കൂടെ ഫീലിങ്സ് വേണ്ടടാ നിന്റെ അടുത്ത്. സത്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ക്യാരക്ടർ അമ്പത്തൂരിന് മാറിപ്പോകുന്നുണ്ടോ ഏത് ഇല്ലാതെ പെണ്ണ് നടക്കുമ്പോ? കണ്ടാലും അപ്പളെ ഫ്രണ്ട് ആക്കി കളയടാ. ആ രിജെ സുഖലടാ. അതല്ലടാ ഞാൻ തുടക്കം പറഞ്ഞ ഡിഫറൻസ്. സൈലന്റ് പ്ലീസ്. റേഡിയോ കണക്ട് ചെയ്യണ. ഗാങ്ങിലല്ലേ? ഹലോ. സോ നാളെ അല്ല, ഇത് വലിയ മീറ്റിംഗ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ചുമ്മാ നിങ്ങളെ കൊണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നാളെ ഞാൻ പറഞ്ഞില്ലേ, നാളെ നമ്മളൊരു നിങ്ങളുടെ IQ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല നല്ല ഐഡിയാസ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ട്. നാളെ 30 പേര്, TV-യിൽ 30 പേര് നാളെ വരണം. ഇന്നിപ്പോൾ 15 പേരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഞാൻ പറയാം, ഈ ഇരിക്കുന്ന 15 പേരും നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് 3 ഉണ്ടാക്കണം. മനസ്സിലായോ? 3 പേര്. ആ, അതായത് നിങ്ങൾ ഒരു ഗ്രൂപ്പ് 3 പേര്, നിങ്ങൾ 3 പേര്, നിങ്ങൾ കൂട്ടത്തിലുള്ള 2 പേരെയും കൂടെ സെലക്ട് ചെയ്ത് ഇതാക്കണം. മനസ്സിലായോ? സെലക്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു സെമിനാർ പോലെ പ്രസന്റ് ചെയ്യാം. അതെ, ഈ സിറ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസ്, ഏറ്റവും നല്ല ബിസിനസ് ഐഡിയ കൊണ്ടുവരുന്ന ഗ്രൂപ്പിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വാസവനെ. ഇല്ല, അപ്പാപ്പനും ഞാനും ജോഗിയും ചന്ദ്രനും അവിടെ ഇതാണ് ജഡ്ജിങ് പാനലിലാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് എങ്ങനെ വേണേൽ പ്രസന്റ് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ കോമഡി ആക്കാം, തമാശയാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഐഡിയ അടിപൊളിയായിരിക്കണം. ഓക്കെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ചന്ദ്രനെ പോലത്തെ ആൾക്കാർക്ക് തിങ്ക് ചെയ്യുന്ന ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാങ്ങിന്റെ ഇൻവെന്ററിയിൽ നിന്ന് ഗണ്ണെടുത്ത് വെളിയിൽ കൊണ്ട് കൊടുക്കുക, പൈസ ഉണ്ടാക്കി അത് കൊണ്ട് തരിക, അങ്ങനത്തെ കൊണ്ടുവന്ന് അടിച്ച് തെറിച്ച് തരും. മനസ്സിലായോ? എനിക്ക് അങ്ങനത്തെ അല്ല വേണ്ടത്. നാട്ടുകാരെ എല്ലാ ഐഡിയയും അക്സെപ്റ്റ് ചെയ്യോ? എല്ലാ ഐഡിയ അക്സെപ്റ്റ് ചെയ്യും. ഈ സിറ്റിക്ക് അത് ചെയ്യാൻ പറ്റണം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം, ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന പയ്യൻ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പം. അത് ശരിയാണ്. അതാ പറഞ്ഞു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ ഐഡിയൊക്കെയാണ് പൈസ. ഐഡിയ മതി നമുക്ക്. മനസ്സിലായ? എടാ റിവീൽ ആക്കിയോ? എന്ത് പ്രൈസ് പറഞ്ഞു? ക്യാഷ് പ്രൈസ് ഉണ്ട്, പക്ഷെ അകത്തല്ല, പുറത്ത്. ബെസ്റ്റ് ഐഡിയക്ക് പുറത്തായിരിക്കും ഞാൻ റിവാർഡ് തരാൻ പോണേ. പിന്നെ ഞാൻ വേറെ ആരോട് പറയാം. ചെറിയൊരു അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഈ മാസത്തെ TDM-ല് ഈ സിറ്റിയിലെ ഏറ്റവും ടോപ്പ് കില്ലെടുക്കുന്ന TDM-ലെ ആൾക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒരു 15K കൊടുക്കുന്നുണ്ട്. സെർവറിൽ ആർക്കാണെങ്കിലും കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഇരിക്കരുത് ദയവേത്. സോ നമുക്ക് അത് പറഞ്ഞോണ്ട് അല്ലല്ല, അങ്ങനെ ഇരിക്കണ്ട. നമ്മൾ അങ്ങനെ ഇരിക്കണ്ട. നമ്മൾ കുറച്ച് നല്ല PvP പ്ലേയേഴ്സ് ഒക്കെ വരുന്നെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു എക്സ്പോഷർ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. നിനക്കൊക്കെ ഇതിന് മുകളിൽ എക്സ്പോഷർ എങ്ങ് പോയാലും കിട്ടാനില്ല. മനസ്സിലായ? അതുകൊണ്ട് നീയൊക്കെ പ്രൂവൺ PvP പ്ലേയേഴ്സാ. അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ബാക്കി സിറ്റിയിലെ വേറെ ആരെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. നമുക്ക് ഈ വെളിയിലുള്ള കുറച്ച് PvP പ്ലേയേഴ്സിന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സാധനമായിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ മെനക്കെട്ടിരിക്കല്ലോ കേട്ടോ ആരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടേ ഇരിക്കാം, പക്ഷേ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അപ്പോൾ എന്താ പിന്നെ വേറൊരു കാര്യം, അല്ല, അവന്മാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇരുന്നോട്ടെ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ കുത്തി ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്മാർക്ക് ഇരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ. അല്ലാതെ അതൊരു പാർട്ടിസിപ്പേറ്റ്, നമ്മൾ കൊണ്ടുവന്ന പരിപാടി ആയതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മറ്റേ സമയം കളയണ്ട എന്ന് ഞാൻ പറയുന്നു. പിന്നെ നമുക്ക് ഇനി തൊട്ടൊരു ഓഫീസ് റൂം ഉണ്ടായിരിക്കും. ആ ഓഫീസ് റൂം നമ്മൾ എവിടെ വെക്കണം എന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടില്ല. തക്കുടുവാവ അസോസിയേറ്റ്സ്, അതാണ് നമ്മുടെ പുതിയ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിൽ വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോങ് ടൈം ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു
ചെറിയൊരു പരിപാടിയാണ്. അതിൽ ഈ സിറ്റിയിലുള്ള എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പങ്കെടുക്കാനും ഉള്ള ഒരു ചാൻസാണ് നമ്മൾ അതിനകത്ത് കൊണ്ടുവരുന്നത്. സോ അതിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങളെ വെച്ചായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ മറ്റേ സെർവറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് പോയി കാണണം. ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നിഞ്ച ഡെവലപ്പ് ചെയ്തതാണത്. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നിങ്ങൾക്കാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, തക്ഡോവ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് നമ്മുടെ രീതിയിൽ ഗ്യാങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന എന്ത് ഡീലിങ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓഫീസിൽ പോയി ചെയ്യാം. അതായത് ഞാൻ വരുന്ന സമയത്ത് ഇനി എൻ്റെ പഞ്ചാരയും കിങ്ങിണിയും കൊണ്ട് അവിടെ നിന്ന് കിന്നരിക്കാനാണെങ്കിൽ അടിക്കും. CCTV ക്യാമറ വിത്ത് ഓഡിയോ ആണ് ഞാൻ വെച്ചേക്കുന്നത്. എല്ലാ ആംഗിളിലും ക്യാമറ ഉണ്ട്. അതുകൊണ്ട് അതിനകത്ത് വേറെ പരിപാടികളൊന്നും നടക്കരുത്. ഇവിടെ TV ഗ്യാങ് ഹൗസിലെ പോലെ തന്നെ പെമ്പിളാരെ കൊണ്ടുവന്ന് കറങ്ങാൻ അതിനകത്ത് സമ്മതിക്കത്തില്ല. പക്ഷേ ക്ലയൻസ് ആയിട്ടുള്ള പെമ്പിളാരെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അവിടെ സംസാരിപ്പിക്കുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ല ഒരു മാനേജറും അങ്ങനെ ഒന്നും ഇല്ല ഇതിലങ്ങനെ മാനേജർ ഒന്നും ഇല്ല. വില്ലുമോനെ നേടാ നിനക്ക് അതിന് പ്രേമം കഴിഞ്ഞിട്ട് നിനക്ക് മാനേജ് ചെയ്യാനുള്ള സമയം കിട്ടുമോ നിനക്ക്? ഓക്കെ, അപ്പൊ അതിനകത്ത് എന്താ നമ്മൾ ചെയ്യാൻ പോണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. അത് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അതുകൊണ്ട് അത് അത് 1 ദിവസം 2 ദിവസം കൊണ്ട് തീരുന്നൊരു പരിപാടിയല്ല. ഞാൻ പറഞ്ഞ നമ്മുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാനും ഇത് ചെയ്യാനുമുള്ള സിറ്റിസൺസിനും ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും അതിലോട്ട് വരാനുള്ളൊരു ചാൻസ് കൂടെ ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അടുത്തൊരു ഫ്യൂച്ചറിൽ അത് മനസ്സിലാവും എന്താണ് കാര്യമെന്ന്. അപ്പം നമുക്ക് ഇപ്പൊ നമ്മുടെ കുറച്ച് സെറ്റ് ആവാനായിട്ടേ നമുക്ക് അവിടെ സ്ക്രീനും ഇതും വെക്കാം. അപ്പൊ ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ ചെയ്യാം, അതുപോലെ വീഡിയോ വേണമെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യാൻ സെറ്റ് ചെയ്യാം. അപ്പൊ അവർക്കൊരു പ്രസന്റേഷൻ പോലെ മനസ്സിലായി. അപ്പൊ സെറ്റ് ആയിട്ട് വരും. അപ്പൊ അതുണ്ട് അതൊക്കെ സെറ്റ് അയച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഉണ്ടാവില്ല, അത് വരും. എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്റെ ഉദ്ദേശം എന്താണെന്ന് അപ്പൊ പറയോ? നമുക്ക് TV-ക്ക് വേണ്ടുന്ന ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. അപ്പൊ ഇവിടെ എല്ലാവർക്കും സംസാരിക്കാനുള്ള കഴിവുണ്ട്, PPക്കുള്ള കഴിവുണ്ട്, എല്ലാത്തിനും കഴിവുണ്ട്. സിറ്റിയിൽ കുറേ അണ്ടർ റേറ്റഡ് ആയിട്ട് സംസാരിക്കാനും എല്ലാം അറിയാവുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അപ്പാർട്ട് ഫ്രം ഒരു ഗ്യാങ് സപ്പോർട്ട് അല്ലാതെ വെളിയിൽ നിന്ന് ഹയർ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ നമ്മുടെ ഒരു ലീഗൽ അഡ്വൈസർ, നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്ന ഒരാൾ, നമുക്കിപ്പോൾ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസ് മാനേജ് ചെയ്യുന്ന ഒരാൾ, ഈ ഗ്യാങ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഈ പറയണതുപോലെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇവന്മാർക്ക് പെണ്ണ് അതിൻ്റെ പുറകെ ഇതിൻ്റെ പുറകെ എല്ലാം നടക്കണം. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് വെളിയിൽ നല്ല സംസാരിക്കാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാരെ ഒരു കമ്മ്യൂണിറ്റി പോലെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതിനകത്ത് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മളൊരു അല്ല അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതേ അപ്പൻ്റെ അടുത്ത് വഴിയെ പറയാം, അല്ലേ ഞാൻ വഴി പറയാം. അപ്പോൾ അതിനകത്ത് വേറെ കുറേ ആക്ടിവിറ്റീസ് ഞാൻ നിഞ്ച വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ അതിനകത്ത് കുറച്ച് പരിപാടികൾ അല്ലാതെ കൊണ്ടുവരും. അപ്പുകുട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പുകുട്ടാ ബർത്ത്ഡേ ആണോ? അപ്പുകുട്ടാ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ അപ്പുകുട്ടാ. റേഡിയോയില്ല കേക്ക് ഇല്ലാത്തോണ്ട് റേഡിയോ ഇല്ല പറഞ്ഞ ഈ ആഴ്ച അപ്പുകുട്ടാ വെരി വെരി ഹാപ്പി ബർത്ത്ഡേടാ. ഹാപ്പി ബർത്ത്ഡേ. എത്ര വയസ്സായി? 25. 5 വർഷം മുമ്പ്. സത്യം ബ്രോ സത്യം പറയാം, ആധാർ കാർഡ് എത്ര ബാബിന്റെ എത്ര വയസ്സൊന്നുമില്ല എനിക്ക്. സാഗറാണത്. CR ശിവൻ സാഗർ. ഞാൻ അടിച്ചത് വേറെ ആർക്കും പോയി തോന്നുന്നു. ഇതെന്താ മോനെ? ഇതാണോടാ നിന്റെ എടാ നമുക്കെന്നാ അതൊന്ന് പോയി കണ്ടിട്ട് വരാം. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. എടാ വലിയ സെറ്റപ്പ് ഒന്നും അല്ല, നമ്മൾ ചുമ്മാ ജസ്റ്റ് നമ്മുടെ ഒരു സ്പേസ് ആയിട്ട് മാത്രം ഇതാക്കിയതാണ്. ചെറുതാ. അപ്പൊ വലുതാക്കണ്ടെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എൻ്റയർ സിറ്റിയിൽ ഒരു വലിയ സ്പേസ് കളയാനും താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. നമുക്ക് ജസ്റ്റ് അപ്പുറത്തോട്ടൊന്ന് പോയി കയറി കണ്ടിട്ട് വരാം. ഓക്കെ, അയ്യോ പെട്ടെന്ന് വരണം, എല്ലാരും പെട്ടെന്ന് വരണം, ഡിലേ ആക്കല്ലേ.
എടാ മീനൂടെ ഗൈസ് നിങ്ങൾക്ക് അറിയാലോ ഗൈസ് ഗ്യാങ് പ്രയോറിറ്റി നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അപ്പൊ എങ്ങനെയാണ് നേരെ പോയി മീനൂട്ടിയുടെ അടുത്ത് പോണേ. ഇപ്പം ചില്ലാവ് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. SSG വേണ്ടിയാണോന്ന് ഒരു ഡൗട്ട്. എടാ അല്ല അങ്ങനെയല്ലടാ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. എന്താടാ പാമ്പാ? ഹലോ ആ മിനിറ്റി മോളെ, വാസുമാമൻ കുറച്ച് തിരക്കിൽ നിൽക്കുക ഗ്യാങ്ങിന്റെ ഒരു പരിപാടിയായിട്ട്, അതുകൊണ്ടാണ് വരാത്തത് കേട്ടോ. ഞാൻ ഇത് തീർത്തിട്ട് വിളിക്കാവേ ഞാൻ. ഓക്കെ ഫുഡ് കഴിച്ചു മിനിറ്റി ഫുഡ് കഴിച്ചാ? ഓക്കെ നമുക്ക് വേണ്ടി ഞാൻ വിളിക്കാവേ. ശരി. ആ എന്താ ഇവിടെ അതെന്താ കണ്ടിന്യൂറ്റി കേട്ടില്ല. കണ്ടിന്യൂറ്റിയാ? ആ അണ്ണാ അവിടുത്തെ കയറി വെക്കാം, പറയാൻ പറ്റും. എടാ LX ടർഫിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തന്നെ എനിക്ക്. അതെ അത് ടർഫിന്റെ ലിങ്ക് എനിക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ടല്ലോ. അവനിത് കാണുന്നുണ്ടായിരിക്കും, അവനറിയാം. അവനിപ്പോൾ ഓൾറെഡി അയക്കും. അവനെ VC-ലൊന്നും പോയി പറയണ്ട, അവനിപ്പോൾ അയക്കും. വെയിറ്റ് ചെയ്യും. അയ്യോ ഞാൻ ആ ഗെയിം ക്യാപ്ചറോട് ഒന്ന് ഇത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇനി IPO എല്ലാം ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി. ചെയ്യുന്നൊരു RP അല്ലേ, നമുക്ക് സഹകരിക്കാം എന്ന് പറഞ്ഞ് PD അടക്കം. കാരണം MGRP തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയൊക്കെ എഫേർട്ട് ഇട്ട് ഒരാൾ RP, കാരണം നിങ്ങൾ ആലോചിച്ച് ഒരാൾ ചെയ്യുന്ന RP എല്ലാവർക്കും ടൈമും ഇതുമെല്ലാം കളഞ്ഞ് അവർ ടൈം എൻഗേജ്ഡ് ആയി അവരും കുറേ നേരം സഹകരിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് ചെറുതായിട്ട് കണ്ണടച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകണില്ല എന്ന്. അപ്പോൾ ഇപ്പം ആർക്കും താഴാൻ പറ്റത്തില്ല, മനസ്സിലായോ? കണ്ടിന്യൂറ്റി എന്താ മനസ്സിലായപ്പോ? ഓ ഞാൻ ഇവിടുന്നാണല്ലേ ലാസ്റ്റ് ഇറങ്ങിയത്. അതെ എടാ ഞാൻ എൻ്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ കല്യാണം കഴിക്കട്ടെ. എടാ അവള് പോലും എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാറില്ല. എന്താ ചെയ്യാനാ, ഇവിടെ ഇമോട്ടില്ലല്ലേ ഒക്കെ ആരായിരുന്നു. ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രം. എന്റെ ചന്തി ഒരു തുള പിന്നെന്തിനാ? ഈ സിറ്റിയിൽ ഒരു ആവശ്യമില്ല അതിന്റെ. ഇങ്ങനെ സിനിമാറ്റിക് വീഡിയോ ചെയ്യണ്ടേ? എന്റെ തന്നെ സ്വന്തമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത്ര ഉള്ളു. ഞാൻ തന്നെ മാസമായിട്ട് എനിക്ക് ചെയ്യാറില്ല. എല്ലാ വീഡിയോയിലും ഞാൻ ഒരു എൻട്രി കൊടുക്കുന്നില്ല എനിക്ക് വേണ്ടിട്ട്. അതിലാണ് എന്റെ മുഖം കാണിക്കുന്നത്, മനസ്സിലായ? ഒരു വെടിയിലില്ല, ഒരു അടിയിലില്ല. ഇങ്ങനെയെങ്കിലും എന്റെ മുഖത്ത് കാണട്ടെ. ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോ നീ കലണ്ടറിലൊക്കെ ആഡ് ചെയ്തുള്ളായിരുന്നു, പിന്നെ അത് റിയൽ വെളിയിലോട്ടായി, പിന്നെ 1 മിനിറ്റ് ആയി, പിന്നെ ലാസ്റ്റിൽ ഒരു വീഡിയോ 10 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് SXGയുടെ ലോഗോ, 5 മിനിറ്റ് റോള് ഇതൊന്നും കൂടാതെ തല വെട്ടുന്നു, കാല് വെട്ടുന്നു. പണ്ട് മുതലേ കണ്ണാപ്പിയുടെ പരിപാടി എന്നാ 11-ാം തീയതി അല്ലേ? 11. ഇന്ന് എത്ര ഡേറ്റ്? 9. 2 ദിവസം കൂടെ ഉള്ളല്ലേ? ഇന്ന് അടുത്ത ദിവസം ശനിയാഴ്ച. ഇന്ന് 10 ആയോ? ഇന്ന് 12 9 ഇന്നാണ് 9. യെസ് 9 ആയോ? എന്റെ ഡേറ്റ് എനിക്ക് ഒരു ഡേറ്റ് ഗൈസ് ഇത് വലിയ സെറ്റപ്പ് ഒന്നും അല്ല ഗൈസ്, ഞാൻ പറഞ്ഞോ. നമ്മള് ഇപ്പൊ ഒരു വൈമാപ്പ് കൊണ്ടുവരുന്ന സമയത്ത് വലിയ വൈമാപ്പൊക്കെ ആയിട്ട് പഞ്ചായത്ത് പോലൊക്കെ പണിത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആൾക്കാർക്ക് ഭയങ്കര ലോഡാവും, മനസ്സിലായ? ബാക്കിയുള്ളവർ നമ്മുടെ RP ചെയ്യുന്ന സാധനം അതായത് ഒരു ഗ്യാങ് ഹൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, പിന്നെയും ഗ്യാങ് ഹൗസ് ഒക്കെ വലുപ്പത്തിൽ പണിയുവാണെങ്കിൽ പിന്നെ ഓക്കെയാണ്. പക്ഷേ ഇത് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഒരു RP ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം ബാക്കിയുള്ളവർക്കൂടെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശോകമാണ്. അതുകൊണ്ടാണ് മിനിമലായിട്ട് ചെറിയായിട്ടൊരു സാധനം പണിതേ ഉള്ളൂ.
ഇതെന്താ എന്തുവാ എല്ലാരും ബ്രോ. വലിച്ചതാ. എല്ലാരും ഹലോ. ഒറ്റയടിക്ക് വലിച്ചോ. ഹലോ ഹലോ റിക്രൂട്ട്മെന്റ് ഉണ്ടോ? റിക്രൂട്ട്മെന്റ് ഒന്നും ഇന്നില്ല. ഹലോ മെയിനാള് ഹലോ കണ ചന്ദ്രൻ കുറച്ച് തോക്കടിച്ചു മാറ്റി സിറ്റിസൺസിന് കൊടുത്തായിരുന്നു. പോടാ, അവൻ സിറ്റിസൺസിന് എടുത്ത് കൊടുത്തോ ഗ്യാങ്. ഹലോ ഗണ്ണ് ശരിക്കും എടാ അവനെന്ത് നിഞ്ച എന്ത് നിഞ്ച എവിടെ ആയിട്ടാടാ ഇത് ഇതാക്കിയേക്കുന്നത്? അത് സിറ്റിയുടെ എന്നാ വാ, നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാം. വാ, നീ എൻ്റെ കൂടെ അവിടേക്ക് വാ, അവിടേക്ക് വാ. വണ്ടി എടുക്കാം, വാ. ഒരു ബസ് അങ്ങ് വിളിച്ചാതില്ലാണ്ടാ ഇതിന്റെ ഗ്യാങ് വണ്ടി എടുക്കണേ. ഇല്ല ഇല്ല ഇല്ല, ഗ്യാങ് വണ്ടി എടുത്തോ, ഗ്യാങ് വണ്ടി എടുത്തോ. വല്ലാതെ ഈ വണ്ടിക്കകത്ത് കയറാം, ഈ വണ്ടിക്കകത്ത് കയറാം. നിഞ്ച ഇത് സ്ഥലം അറിയാം നിന്റെയല്ലേ വാസവന് സ്ഥലം അറിയാം എവിടാ അത് എവിടാന്ന് അറിയാവോ? ഞാൻ പറഞ്ഞാറാണ്. അപ്പൊ ഇവിടെ കാർണേജ് ഉണ്ടോ? ഇവിടെ അന്ന് റിവീൽ ചെയ്ത് വിടല്ലേ കാർണേജ് ഉണ്ടോ നോക്കിയപ്പോ ലോ ഡ്യൂറബിലിറ്റി ഉള്ള കണ്ണാണ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല, വലിച്ചെറിഞ്ഞ അത് സീൻ. ഇപ്പൊ ഒരു സാധനം വരും. എനിക്ക് തോന്നുന്നു മറ്റേ വണ്ടി എടുക്കും തോന്നിട്ടാ. കാർണേജ് നിഞ്ച കേറില്ല, നിഞ്ചിനകത്തുണ്ട്. ആ പറയലയാ നിഞ്ച ഇല്ലേ? നിഞ്ച കേറിയില്ലേ ഇതിനകത്ത്? അല്ല എന്റെ വണ്ടിക്കകത്ത് കേറിയില്ല. ഇതിനകത്ത് ആരടാ അപ്പൊ അധികപ്പറ്റായിട്ട് കേറിയത്? നിഞ്ച അടുത്ത ആഴ്ച ഇടാൻ ഞാൻ സ്ലോട്ടില് എല്ലാവരുടെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്കിപ്പോൾ കറന്റ് റൊട്ടേഷനിൽ 6 പ്ലേയേഴ്സ് ആണ്. 6 പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ വീക്കിലി കളിക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഇത് വേണം. നിങ്ങൾക്ക് ഓഡിയൻസിന് എങ്ങനെ ഒരു ബാഡ് ആവാൻ പാടില്ല. നീലനെ ഈ ആഴ്ച ഇത് ചെയ്തിട്ടതെന്ന് പറഞ്ഞാൽ നാളെ വരെ അവന് ബാനാ. ഇന്നെന്താ വെള്ളിയാഴ്ചയാണോ? ഇന്ന് രാത്രി വരെയാണെന്ന് തോന്നുന്നു. അല്ലല്ല, ഇന്ന് ഇതായതുള്ളൂ. വെള്ളിയാഴ്ച രാത്രി 12 മണി വരെ അവന് ബാനാ. ഇതിന്റെ കോഡ് തപ്പാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി കിട്ടി. എല്ലായിടത്തും ഉണ്ട് ഈ വണ്ടി. ആ താങ്ക് യു. അപ്പൊ ഉണ്ടോ? ഇല്ല ഇല്ല എന്നാ പിന്നെ ബാൻ എന്തിനാ? അവന് ബാൻ കിട്ടിയത് കഴിവർ റമോനെ എന്ന് വിളിച്ചതിന്. പോറ്റയ്ക്കകത്തുള്ള കഴിവർ റമോനെ അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കോൾ കൊടുത്തായിരുന്നു. അപ്പൊ ഇവിടെ കഴിവർ റഹ്മാൻ എന്ന് പറഞ്ഞ പേരന്റൽ അബ്യൂസ് ആയതുകൊണ്ട് ബാൻ കിട്ടി. അത് അവന്മാര് വലിച്ചു കൊടുത്തു ഈ ശ്രദ്ധ അതിനൊക്കെ. എന്താലേ തട്ടാൻ വേണ്ടി വരല്ലടാ. ഓടിക്കടാ വണ്ടി. അണ്ണാ മാർക്ക് ചെയ്ത് പോണേ. അതെ മാർക്ക് ചെയ്യുന്നുണ്ട്. കാണുന്നില്ല മാർക്ക് കാണാമോ? എടാ സിറ്റിയിൽ നീ സെയിം സ്ഥലം തന്നെയാണോ നോക്കുന്നേ? നമുക്ക് നോക്കാം, മാറ്റ് എവിടെയെങ്കിലും തൽക്കാലം പെട്ടതാ. കുറച്ചേ ഞാൻ പറയണത്, കുറച്ച് ഈ സിറ്റി സൈഡ് ആള് വരാത്ത ഒരു സ്ഥലം മതിയടാ. അതാണ് നമുക്ക് നല്ലത്. അല്ല ഇതിപ്പോ തൽക്കാലം നമുക്ക് വേറെ കുറച്ചുകൂടി സെറ്റ് ആക്കി പോണേ. ഇവിടുന്ന് റൈറ്റ് സൈഡ് കോമൺ വണ്ടിയിൽ പോണത് ആരാ? ഇതാണോ ഇതാണോ നീ പറഞ്ഞ ചെറിയ സെറ്റപ്പ് എന്ന് പറഞ്ഞത്? അതെ ചെറുതായിട്ട് ഐശ്വര്യ ചാൻ കേറല്ലേ? ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ കേറ കേട്ടാ. ഇമോട്ടില്ല കൈ പിടിക്കാൻ. കേരളയുടെ വെയിറ്റ് എന്തായാലും ഈശ്വര പ്രാർത്ഥന
ഈശ്വര പ്രാർത്ഥന അപ്പാപ്പന് ഒന്ന് പറയട്ടെ, ഒന്ന് പറയട്ടെ. ഫ്രണ്ട് ഇരിക്കണം. അപ്പൊ ചെറിയൊരു ഈശ്വര പ്രാർത്ഥനയോട് അപ്പാപ്പ ഈശ്വര പ്രാർത്ഥന പറഞ്ഞേ പാടല്ലോ. കാരണവര് അപ്പം എല്ലാരും അതൊന്നും അറിയത്തില്ല, അതൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു നല്ല സംരംഭം തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയിൽ ആരംഭിക്കാം. ആമേ. അഖിലാണ്ട മണ്ഡല മണിച്ചോരുക്കി പറ അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ഈശ്വര ദൈവമേ നല്ലത് മാത്രം നടക്കണേ. ഇതൊരു തൊട്ടപ്പുറത്തുള്ള ഏത് ബിസിനസ് പോയാലും നമ്മളെ ബിസിനസ് ജയിക്കണേ. അപ്പൊ നമ്മുടെ ഈ ഒരു സംരംഭം വളർന്ന് വലിയൊരു സംരംഭം ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ധൈര്യത്തോടു കൂടിയല്ല എന്താ പറയാ നാളെ തൊട്ട് ഓയ കഴക്കൂട്ടാന്ന് വിചാരിക്കുമ്പോൾ ഇത് നാളെ നോക്കുമ്പോ ഓയാ കഴക്കൂട്ടും ആക്കിയാൽ കാര്യം പറഞ്ഞേക്കാ. ഓക്കെ വലത്തേക്കാല അണ്ണാ. ആ ഇടത്തേക്കാല എന്റെ വെച്ച് കുഴപ്പമില്ല. പോലെ ഇരിക്കാനുള്ള കസേര ഇരുത്തി അല്ലടാ പരിപാടി. എല്ലാരും ഉണ്ട് കേട്ടാ. അപ്പാപ്പനാണല്ലേ എല്ലായിടത്തും. നമ്മുടെ ഒരു ഫോട്ടോ വെച്ചില്ലല്ലോ. അപ്പാപ്പനാണല്ലോ എല്ലായിടത്തും. അണ്ണാ ഇത് അപ്പാപ്പനാണ് എല്ലായിടത്തും. ഇതിലെങ്കിലും ഉണ്ടായ മതി. ഇത് കിട്ടില്ലല്ലേ. ഇരുന്നോട്ടെ. ഇത് അപ്പാപ്പന്റെ സീറ്റാ. അതല്ല അപ്പാപ്പന്റെ ഫോട്ടോ അപ്പാപ്പനെ അതിലില്ല കേട്ടോ. അതുകൊണ്ട് അപ്പാപ്പനെ സെപ്പറേറ്റ് ആയിട്ട് അല്ല വെച്ചു. ഇത് അണ്ണന്റെ ഓഫീസ് മുകളില. ഇത് മേളിലോട്ടോ ഇനി ആ വാ. ഇത് ജോക്കിയുടെ ഓഫീസാണോ? ആ അണ്ണൂരിപ്പൊ താഴെയാക്കി കഴിഞ്ഞല്ലെന്ന് പറഞ്ഞു. ഇതാണോ നീ ചെറുതെന്ന് പറഞ്ഞത്? ആ ഫോട്ടോ എടുത്തെടുത്ത് മാറ്റി. അണ്ണു വന്നിട്ട് പറയും അണ്ണുവിന് താഴെ അണ്ണൻ നല്ല മേളിൽ. സ്പേസ് ഉണ്ടല്ലേ. അപ്പാപ്പ എന്ത് ഈ അപ്പാപ്പ ഡിലേ ആണല്ലോ. ഓടിക്കളിക്കാനുള്ള സ്ഥലം. ഓ ഇതാണ് അണ്ണന്റെ. ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് കിടിലൻ ഡിസൈൻ ആണ്. അണ്ണൻ സിമ്പിൾ ആയോണ്ടല്ലേ. അണ്ണ സിമ്പിൾ അണ്ണ ഇരിയട്ടാ. അണ്ണ ഇരി അത് കാട്ടണ്ണ. കേട്ടെ. ഞങ്ങളത് കാണണ്ടേ. പോയടാ. അണ്ണ ചേരിട്ടിരി. അണ്ണ ചേരിട്ടിരി. ചേരിട്ടിരി അണ്ണാ. ഇല്ലല്ലേ. ഫസ്റ്റ് നിന്ന് മണി എടാ എന്റെ കാര്യം മാത്രം എന്താ ഇങ്ങനെ നടക്കണേ? ഞങ്ങളിരുന്നല്ലോ അണ്ണ ഞങ്ങളിരിക്കാണ്ട. ഞങ്ങളിരിക്കാം. മേശേരി അണ്ണ മേശേരി. നമ്മുടെ പരിപാടി ഇവിടെ നടത്തണം. ഓ ഓക്കെ നോക്കട്ടെ. എന്താ നാളത്തെ ബിസിനസ് മീറ്റിംഗ് പരിപാടി നമ്മൾ ഇവിടെ ആയിരിക്കും നടത്തുന്നത് കേട്ടാ. അപ്പൊ തറയിലിരിക്കണോ നമ്മള്? നിങ്ങൾ ഇരിക്കണ്ടല്ലോ, നമ്മളല്ലേ ഇരിക്കണേ. അത് അതെ അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. നോക്കട്ടെ. ഓ അണ്ണ ഈ ഫ്രെയിം തറയിലിരിക്കണതാണ് പറയണേ. എടാ നമുക്ക് സ്ക്രീൻ എവിടെ ആയിട്ട് വെക്കാനാണ് പ്ലാൻ? സ്ക്രീൻ ആരെ ഫ്രണ്ട് നിങ്ങളുടെ ഫ്രണ്ടിലായിട്ട് വെക്കാം. ഇവിടെ അല്ല നാളെ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ളതൊന്നും ഇല്ല. 3 പേര് വരുന്നു, കഥ പറഞ്ഞു വരുന്നു, പ്രസന്റ് ചെയ്യുന്നു, പോണു. അടുത്ത 3 പേര് ബാക്കിയൊക്കെ ഡിസ്കഷൻ ഒക്കെ താഴെ. നാളത്തെ കേസിനാണല്ലോ ഞാൻ. നാളെ അണ്ണാ തന്നെ ഇത് മറ്റേ കാര്യം പറയോ ഇവരെടുത്ത്? അത് അപ്പൊ ഒരു എളുപ്പമായിരിക്കും നാളേക്ക് ചെയ്യാനായിട്ട്. ഐഡിയ കിട്ടും. നീ റെഡിയിലും പറഞ്ഞു. കേക്കണ്ടോ? ഹലോ. അപ്പൊ നാളെ നമുക്ക് താല്പര്യം ചെയ്യാനായിട്ട് ഇപ്പൊ ബിസിനസ് ഐഡിയ നിൽക്കുവാണെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വന്നാൽ നമുക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് PPT മനസ്സിലായോ? സ്ലൈഡ് ഞാൻ ഡിഗ്രി അങ്ങനെ അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല.
അപ്പൊ എല്ലാരും ബെസ്റ്റ് ഐഡിയ ആയിട്ട് വരാം. സൈഡ് മാറ്റുന്ന ഒരു വീഡിയോ എടുത്തിട്ട് സ്ലൈഡ് വീഡിയോ ആക്കി കൊണ്ടുവരണതാ പറഞ്ഞത്. വീഡിയോ ആക്കി കൊണ്ടുവരണം സ്ലൈഡ്. നിങ്ങളെ തെരുവിളിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയെന്ന്. സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കയ്യില് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങള് കപ്പിയുടെ വിജയമാ. ആ അത് നന്നായിരിക്കും. എന്റെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ ബത്തുവിനോട് പറഞ്ഞപ്പോ. ഇതാണ് സാധനം. അപ്പൊ ഇത്രേ ഉള്ളു, ചെറിയൊരു സെറ്റപ്പാണ് നമ്മുടെ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എല്ലാവർക്കും ലോഡാവുന്ന രീതിയിലത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടൊരു സാധനം അവനോട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അവനൊരു 2-3 ദിവസത്തിൽ ചെയ്ത പരിപാടിയായത്. 3 ദിവസത്തിൽ ചെയ്തൊരു ഒരു പ്രൈവറ്റ് അലക്സ് വേണമായിരുന്നല്ലോ. അവനവിടെ ഓ ഇവിടെ ഇരുന്നല്ലേ മാനേജർ ആയല്ലേ അപ്പൊ ഇതൊരു. ഞാനും എഴുതോട്ടെ അണ്ണാ, അവൻ ഒറ്റയ്ക്ക് ആവണ്ടായല്ലോ. നീ ധൈര്യമായിട്ടിരുന്നു. ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, ഇത് ഇവിടെ തന്നെ വേണോ അതോ കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ള സ്ഥലം പിടിക്കണോ? ഇവിടെ നോക്ക്, ഇത് ഈ ഏരിയ കണ്ടോ, ഇതാണ് ഏരിയ. ഇവിടെ തന്നെ മതിയെങ്കിൽ നമുക്ക് വേണേൽ ഇവിടെ തന്നെ വെക്കാം. ഇതാകുമ്പോ എല്ലാവർക്കും അക്സസിബിൾ ആണ്. അപ്പാപ്പ കേക്കോ? അപ്പാപ്പ ഉണ്ടല്ലോ, അപ്പുക്കുട്ടനാണല്ലോ. അത് അപ്പാപ്പനല്ല, അപ്പുക്കുട്ടനായിരുന്നല്ലേ. നിഞ്ച, നമുക്കിത് ഇവിടെ തന്നെ വെച്ചാലോടാ. അങ്ങനെ സെറ്റ് ആക്കാം. നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ കംപ്രസ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. അധികം ലോഡില്ലാത്ത രീതിയിൽ. അല്ല, ഇവിടെ ഡീലർഷിപ്പ് വല്ലതും ഉണ്ടോ ഇവിടെ? അപ്പാപ്പ ഇവിടെ തന്നെ വെക്കാൻ പറ്റുമോ? സീനൊന്നുമില്ലല്ലോ. ആ വലിയ വിഷയമൊന്നുമില്ല. അല്ല, ഞാൻ വേറെ ഇവിടെ ആവുമ്പോഴേ എപ്പോഴും ഭയങ്കര റഷ് ആവൂലേ, ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടാവൂലേ എപ്പോഴും. അതും ചാൻസ് ഉണ്ട്. എന്നാ നമുക്ക് പലേട്ടോ പിടിച്ചാലോ? പലേട്ടോ അല്ലെ സാൻഡി? ആക്കാം, പക്ഷെ ഈ മാപ്പ് ഇതേപോലെ അങ്ങോട്ട് വെക്കാൻ പാടായിരിക്കും. ആണോ? എടാ, പലേട്ടോയിൽ എവിടെയെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നിനക്ക് വെക്കാൻ പറ്റിയ? പലേട്ടോ സൈഡ് ഇതുപോലെ തന്നെ ഇരിക്കും. ഈ ഒരു ഭംഗിയാണ്. ഇതിപ്പോ ഒരു നല്ല ഒരു ഭയങ്കര ബ്ലെൻഡ് ആയിരിക്കുന്ന ഒരു പലേറ്റല്ല, മറ്റേ SRRയുടെ അപ്പുറത്ത് കുറച്ച് പറമ്പ്. പണ്ടത്തെ SRRയുടെ അപ്പുറത്ത്. അല്ലെങ്കിൽ ഇത് അധികം ലോഡ് രീതിയിൽ സെറ്റ്. അതുകൊണ്ടല്ല നിഞ്ച, ഇവിടെ ക്രൗഡ് കൂടുതലായിരിക്കും, മനസ്സിലായ? പലേട്ടോല പീടി വെട്ടിട്ട് ഇത് വെച്ചൂടെ? ഇത് നമ്മള് കാര്യം എന്താന്ന് പറയട്ടെ, നമ്മൾ അവിടെ ഈ റാൻഡം സിറ്റിസൺസ് ഒക്കെ ഈ RPക്ക് ഇടയിൽ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാവും. അപ്പം നമുക്കൊരിക്കലും അവരുടെ അടുത്ത് മെറ്റടിച്ച് വന്നതാണെന്നോ അല്ലെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല. കാരണം ഇത് കോമൺ ഏരിയയാണ്. മറ്റേ നമ്മൾ ഈ ഗ്യാങ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത്, ഗ്യാങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന സമയത്ത് ഈ വഴിയെ പോണവരെല്ലാം അതിൻ്റെ അടുത്തോട്ട് വന്നാൽ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്, മനസ്സിലായ? അവരുടെ ബഹളവും അവരുടെ ഇതും എല്ലാം ഉണ്ടാവും. പിന്നെ വണ്ടിയുടെ ബഹളം അതും ഇതും എല്ലാം. അപ്പോൾ കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വേറെ ഗ്യാങ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഇതാക്കുമ്പോഴെല്ലാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. നിഞ്ച ഡോർ ലോക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നിഞ്ച പറ്റിയൊരു അടിപൊളി സ്ഥലമുണ്ട് നിഞ്ചാടാ. ആ ക്വാർട്സ് ബിൽഡിംഗ് ഇല്ലേ, ക്വാർട്സ് ബിൽഡിംഗ്, കോട്സ് ബിൽഡിംഗ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിങ് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ തൊട്ടടുത്ത് അവിടെ വെച്ച വല്ല സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ പറഞ്ഞെത്താൻ ആൾക്കാർക്ക് മുതുക്കെടുത്ത് എല്ലാം. നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ അടുത്ത് വേണ്ട, നമ്മൾ ഈ ഗ്യാങ് ഹൗസ് പരിസരത്തൊന്നും അല്ലാതെ നമുക്ക് മാറി കുറച്ചൊക്കെ ഒന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ. ഇല്ല, ഞാൻ പറയാം, പലേട്ടോ സൈഡ് നോക്കും. ഇവിടെ നല്ല രസമാണ്. പലേട്ടോ സൈഡ് നോക്കിയിട്ട് ഏതെങ്കിലും എടുത്ത് പ്രോപ്പർ ആയിട്ട് ഇതാവുമെങ്കിൽ നീ എന്നോട് പറ, നമുക്ക് ബെറ്റർ ഏതാ നോക്കിയിട്ട് അതങ്ങനെ ചെയ്യാം. അതുപോലെ ലോക്ക് റോളുള്ളവർക്ക് മാത്രമേ ഇത് തുറക്കാൻ പറ്റുന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റുമോ? ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്, എനിക്ക് മനസ്സിലായി. നിഞ്ച, നിനക്ക് ഇത് MLO അല്ലേ? ഇത് വൈമാപ്പാട് അടിക്കാൻ പറ്റുമോ? അടിക്കാം, പക്ഷേ ഭംഗി ഉണ്ടാവില്ല. അല്ല, ഭംഗി എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. ഇത് ചെറുക്കൻ നല്ലത് ചെയ്ത് എന്തോ ഞെക്കി പൊട്ടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ വേണ്ട. ആ ചെറുക്കൻ കുത്തിയിരുന്ന് പണിതത് നീ നശിപ്പിക്കണം കേട്ടാ. ഇതുവരെ ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ എല്ലാം ക്ലിക്കാണ്, അറിയാവോ? എല്ലാം ടോപ്പ് നോച്ചാ ഇട്ട പേരും. ഓക്കെ, അപ്പൊ പ്ലാൻ അനുസരിച്ച് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യാം, സെറ്റ് ആക്കാം. എടാ, അപ്പൊ നാളെ ആരും മറക്കരുത്. നാളെ 10 മണിയാകുമ്പോ എല്ലാം 30 എണ്ണം ഇവിടെ ഉണ്ടാവണേ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ബാൻ ഉള്ളവർക്കൊക്കെ നാളെ ഇത് ചെയ്യാൻ വേണ്ടി ഇവിടെ കയറാൻ പറ്റൂല. നമുക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മറ്റേ സെർവറിൽ ഒരുപാട് ക്രൗഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു സാധനം കയറ്റാന്ന് കരുത്, അതിലിപ്പോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് കരുത്, നമുക്കൊന്ന് റീസ്റ്റാർട്ടോ അല്ലെങ്കിൽ അതൊന്ന് മാറ്റാനോ ഭയങ്കര പാടായിരിക്കും.
ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എപ്പോ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സ്വസ്ഥമായിട്ട് ആർപിയും ചെയ്യാം. നമുക്കിപ്പോ സിറ്റിസൺസിനെ എല്ലാം ഇൻവോൾവ് ചെയ്യേണ്ടതെല്ലാം അവിടെ തന്നെ ചെയ്യാം. അല്ല നമ്മുടെ ഗ്യാങ്ങിന്റെ അകത്തുള്ള എല്ലാം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലിട്ട് മാറ്റാം. നമ്മുടെ മൂന്നുപേരെ ബിസിനസ് ഐഡിയ എപ്പോഴാ സെറ്റ് ചെയ്യണ? അല്ല നാളെ പറഞ്ഞാൽ മതി, ഇപ്പൊ പറയണ്ട. നാളെ അപ്പൊ അല്ല നിഞ്ച ഒന്ന് വന്നേ. നിഞ്ച നിഞ്ച അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി നീ പയ്യെ ചെയ്താൽ മതി, ധൃതിയും പ്രഷറൊന്നും ഇല്ല. അടുത്തത് നമുക്ക് അണ്ടി ഫാക്ടറി. അതിന്റെ ഡ്രീം പ്രൊജക്റ്റാ. അത് കുറച്ച് വലുപ്പം വേണം. പ്രൊഡക്ഷൻ യൂണിറ്റ്, ഓഫീസ് ഉറപ്പല്ലേ? എന്ന് പറഞ്ഞാൽ എടാ നമ്മള് പണ്ട് തൊട്ട്, അതായത് ടിവിയുടെ ഫോർമേഷൻ സ്റ്റേജ് തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറയണത് ഇതാ. അപ്പോൾ നമുക്കതൊരു നല്ലൊരു ഗോഡൗൺ വേണം, മറ്റേ സ്റ്റോറേജ്, മെഷീനറീസ്, ഓഫീസ്, എല്ലാം വേണ്ട, ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം ഉള്ള ഒരു സംഭവം. ഈ അണ്ടി ഫാക്ടറി പണിയുന്ന സമയത്ത് മെയിനായിട്ട് ഞാൻ പറയാം, ജോഗിക്ക് ഒരു ഓഫീസ്, അപ്പാപ്പനൊരു ഓഫീസ്, ചന്ദ്രൻ്റെ ഓഫീസ്, എനിക്കൊരു ഓഫീസ്. മനസ്സിലായി? അത് അത്രയും സാധനം കൂടെ അതിനകത്ത് ഇൻവോൾവ് ആവണം. ഓക്കെ സെറ്റ്. നീ പയ്യെ സമയം എടുത്ത് പണിതാ മതി കേട്ടാ. ഇത് എനിക്ക് ഫസ്റ്റ് അത് തന്നോണ്ടേ അണ്ണാണ് ഫസ്റ്റ് വർക്ക് എനിക്ക് കൊടുക്കത്തെ ടെൻഷനും പ്രശ്നമൊക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ. നീ എല്ലാവരോടും ചോദിച്ചു നോക്കാം അഭിപ്രായം. എന്നുവെച്ചാൽ ഞാൻ പറയട്ടെ, ചില വൈമാപ്പുകൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ പറയണതുപോലെ ഭയങ്കര ഒരു ചില സാധനങ്ങൾ കാണുമ്പോൾ ആർട്ടിഫിഷ്യൽ ഒക്കെ. ഇതൊരു നല്ലൊരു ഇന്റീരിയർ ഉള്ള, നമ്മൾ വെളിയിൽ നിന്ന് ഒരു ഷോറൂം ഒക്കെ കാണുന്നത് പോലെ ഉണ്ട്. സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നല്ല രസമുണ്ട് കാണാൻ. നീറ്റ് ആൻഡ് ക്ലീൻ സാധനം. അതല്ല ഞാനപ്പേ അണ്ണാ, ഇതെങ്ങനെ തീർക്കാൻ വേണ്ടി ഒരു 36 മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടില്ല. തീർക്കണ്ടെന്ന് പയ്യെ മതി. ഫസ്റ്റ് വർക്ക് എനിക്കൊരു 36 മണിക്കൂർ നിനക്ക് ചത്തുപോകും. അല്ല ഞാൻ ശരിയായതാ, ചത്തുപോയി അവൻ. ആത്മാവ് മാത്രമേ ഇവിടെ. എടാ പിന്നെ എന്താ നമ്മുടെ ബാബു ഇല്ലേ, ബാബു വരുമ്പോ അവൻ ഇതൊക്കെ കാണുമ്പോ വിഷമോ. അവനെയും കൂടെ കുറെ ഫോട്ടോയിലും പടത്തിലും ഒക്കെ കൊണ്ടുവരണം കേട്ടോ. ഭയങ്കര ഈഗോ ആവും. ഞാന് കൊറേ തപ്പിത് കിട്ടില്ലേ അത്. നമ്മുടെ അപ്പുക്കുട്ടനോട് പറഞ്ഞാൽ എടുത്തൊരു ഫോട്ടോ എടുത്തു തരും അപ്പുക്കുട്ടൻ. നല്ല ഓക്കെ നമുക്ക് പുതിയ ലോഗും പുതിയ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. ഞാനിപ്പോ ഇന്ന് വേണ്ടി ഒരു ഇത് സെറ്റ് ചെയ്ത് എന്റെ റൂം പണിയുമ്പോ എന്റെ റൂമിനകത്ത് ഞാനും ബാബുവോട് നിൽക്കുന്ന ഒരു നല്ല ഫോട്ടോ വേണം. ഓക്കെ അത് മറ്റേ സ്ഥലത്തേക്കല്ലേ? മറ്റേത് എലിവിദ്യാലയം പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് അസോസിയേറ്റ്സ് അവിടെ വെച്ചാലോ? കേട്ടില്ല. എലിവിദ്യാലയം പൊളിച്ചു കളഞ്ഞിട്ട് അത് നല്ലൊരു പ്ലാനാണ്. അണ്ടി ഫാക്ടറി വേണം അതിന്റെ മണ്ടയ്ക്ക് പണിയാം. സത്യം സ്കൂളിന്റെ ഒരു ഉപയോഗമില്ല. ആ ഓഫീസേ ബാബുവിനോടൊന്നും പണിയെങ്കിൽ പറ്റുമെങ്കിൽ പണി കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് കൂട്ടുമല്ല. ഇവിടെയാണോ അതോ? അതല്ല ഇവിടെ അല്ല, ന്യൂ ഗണ്ണ് കാണിക്കാൻ പറഞ്ഞു. അപ്പ ഇവിടെ പുതിയ ഗണ്ണുണ്ടോ? അപ്പ ഇവിടെ ഇല്ല, അത് വേറെ ടെസ്റ്റ്.